പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നമ്മുടെ മേൽ തന്റെ കരുണയും കൊണ്ടുവന്നു രണ്ട് ലോകങ്ങളിലും എന്നും എന്നാലും ചിരിപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവം അത്രയ്ക്ക് ക്രൂരനാണ്. ഒരു ചെറിയ തെറ്റ്, അത്ര വലിയ അനുഭവജ്ഞാനമൊന്നും ആദാമിനില്ലല്ലോ. അവൻ സൃഷ്ടിക്കപ്പെട്ടത് എത്ര സമയമായിരുന്നു നമുക്കറിയില്ല. എങ്കിലും കുറച്ചു സമയം. ആ സമയത്ത് ഒരു ചതിയിൽപ്പെട്ടു. ചതിക്കപ്പെടുക ഒരിക്കലും പാപമൊന്നുമല്ല. അവൻ പഴം പറിച്ചു തിന്നു, വേറെ ദോഷമൊന്നും ചെയ്തില്ലല്ലോ. അതിന് ആദാമിനെ, ഹവ്വയെ, അവരുടെ സന്തതി പരമ്പരകളെ എന്നേക്കുമായിട്ട് ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ചോദ്യമാണ്. പക്ഷെ നമുക്കറിയാവുന്ന ഒരു ഉത്തരവുണ്ട്. ദൈവം ക്രൂരനല്ല, ദൈവം പിതാവാണ്. അത് യേശുക്രിസ്തു പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ആ കാര്യത്തെ പറ്റി 100% ഉറപ്പുണ്ട്. ദൈവം ക്രൂരനല്ല, ദൈവം സ്നേഹപൂർണനായ പിതാവാണ്. അപ്പൊ പിന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? നമുക്ക് ആ ചരിത്രത്തിലേക്കൊന്ന് നോക്കാൻ പതുക്കെ. എന്താണ് സംഭവിച്ചത്? ആദാമിനെ സൃഷ്ടിച്ചു, ഹവ്വയെ സൃഷ്ടിച്ചു. അവരോട് ദൈവം പറഞ്ഞതെന്താ? തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാൾ നീ മരിക്കും. ഇത്രയേ പറഞ്ഞോളൂ. പിന്നെ എന്താ സംഭവിച്ചത്? പാമ്പ് അവരെ അടുത്ത് വന്നു. പാമ്പെന്ത് പറഞ്ഞു? ഇല്ല, നീ മരിക്കൊന്നുമില്ല, നീ മരിക്കൊന്നുമില്ല. തിന്നുന്ന നാളിൽ നീ ദൈവത്തെ പോലെയാകും. അതവരുടെ ഉത്സാഹമായി. ദൈവമാര സകലത്തിന്റെയും സൃഷ്ടാവാണ്, സകലത്തെയും കാത്തു പരിപാലിക്കുന്നവനാണ്, സകലത്തിന്മേൽ അധികാരിയാണ്, സർവശക്തനാണ്, സർവജ്ഞാനിയാണ്. അങ്ങനെ ദൈവത്തിന് ബദലായ ഒരു ദൈവം, ദൈവത്തെ സർവശക്തനായ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇതാകാനാണ് അതാ ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ബദലായി ഒരു അധികാരകാന്തരം ഡൽഹിയിൽ ഒരാൾ അങ്ങനെ അഭിനയിച്ചാൽ പോലും നിമിഷങ്ങൾക്കുള്ളിൽ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കും. ഉറപ്പാണ്. കാരണം അത് രാജ്യദ്രോഹമായി കരുതപ്പെടും. ഇവിടെ എന്താ ചെയ്യുന്നത്? ആദാം ദൈവത്തിന് ബദലായ, അല്ലെങ്കിൽ ദൈവത്തിന് സമാന്തരമായ, ദൈവത്തിന് തുല്യനായ വേറൊരു ദൈവമാകാൻ ശ്രമിക്കുകയാണ്. എന്താ അതിന് പറയാ? വേണമെങ്കിൽ ഒരു വിപ്ലവ അട്ടിമറി ശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. മറുതിരിക്കുകയാണ് അതാ ദൈവത്തോട്. അപ്പൊ ഉറപ്പാണ് അതാവന്റെ പാപം ചെറുതല്ല. ദൈവത്തിനെതിരായ മറുതിരിപ്പ്, ദൈവത്തിന്റെ അധികാര ശക്തിക്ക് തുല്യമായി, ദൈവത്തിന്റെ സർവമഹത്വത്തോടുകൂടെ വേറൊരു ദൈവമായി വാഴാനുള്ള പുറപ്പാട്. അതിനേക്കാൾ വലിയൊരു പാപം വേറെ ഏതാ ചെയ്യാനുള്ളത്? അപ്പൊ ആദാമിന്റെ പാപം ചെറുതെന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പോകട്ടെ, അതല്ല വിഷയം. ഒന്ന് തിരുത്തി കൊടുക്കാലോ ദൈവത്തിന്. നോക്കാൻ എന്താ സംഭവിച്ചെന്ന്. ആദാമിനെ ദൈവം കൽപ്പിച്ചു. ദൈവ സാന്നിധ്യത്തിനെ കുറച്ചു നേരം ആദാം കാണുന്നില്ല. അപ്പൊ പാമ്പ് വന്നു. പാമ്പ് പറഞ്ഞു, തിന്നാൽ നീ ദൈവത്തെ പോലെയാകും. അവർ പഴം പറിച്ച് തിന്നു. കുറച്ച് കഴിഞ്ഞപ്പോ, വെയിലാറിയപ്പോ, ദൈവം ഏദൻ തോട്ടത്തിൽ നടക്കുന്ന കാലടി ശബ്ദം കേൾക്കുകയാണ്. ദൈവം ആദാമിനെ വിളിച്ചു, ആദാമേ നീ എവിടെയാണ്? ആദാം പറഞ്ഞു, ഞാൻ നഗ്നനാകൊണ്ട് തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ നഗ്നനാണെന്ന് ആരാ നിന്നോട് പറഞ്ഞത്? തിന്നരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? അതൊരറിയാനുള്ള ചോദ്യമല്ല. അത് ദൈവം സർവജ്ഞനാണ്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നിന്ന്, കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുന്ന യാതൊന്നുമില്ല. ആ ചോദ്യം എവിടെന്നാ വരുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന്. കാരണം ആദാം പാപം ചെയ്തിരിക്കുന്നു, പഴം പറിച്ച് തിന്നിരിക്കുന്നു, ദൈവം അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ ഹൃദയം മുഴുവൻ വേദന കൊണ്ട് തിന്നുകയാണ്. കൊടും ഭീകരമായൊരു പാതകം ചെയ്ത മകനോട് അമ്മ ചോദിക്കുന്നത് പോലെ
ആ ഹൃദയവേദനയോട് ചോദിക്കുകയാണ്, നീ അത് തിന്നോ? അറിയാൻ ദൈവത്തിന് തിന്നു എന്ന്, അറിയാം ദൈവത്തിന് തിന്നു എന്ന്. എന്താ ആദാം പറഞ്ഞത്? എന്നോട് കൂടി ഇരിക്കാൻ നീ തന്ന സ്ത്രീ തന്നു, ഞാൻ തിന്നു. ദൈവത്തിനവിടെ മനസ്സിലാകുന്നത് ആദാമിന്റെ വലിയ 2 പ്രതിസന്ധികളാണ്. എന്താണ്? ആദാമിന് ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ദൈവം ആദാമിന്റെ അടുത്ത് എത്തിയുള്ളൂ. എത്തിയത് ആദാം കണ്ടില്ല. ആ ശബ്ദം കേട്ടപ്പോഴേ അവൻ ഓടി ഒളിച്ചു. അതിനു മുമ്പ് അത്തിയില കൂട്ടി തുന്നി വസ്ത്രം ഉണ്ടാക്കി ധരിച്ചു. എന്നിട്ട് ആദാം എന്താ ചെയ്തത്? ഒളിച്ചിരിക്കുക. കാരണം ദൈവത്തെ കാണാൻ, ദൈവത്തിന്റെ നേരെ മുഖാമുഖം നിൽക്കാൻ അവന് കഴിയുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അവന് ഏറ്റവും പ്രതിസന്ധിയായി തീർന്നു. ആദാമനും ദൈവത്തിനും മധ്യത്തിൽ പാപത്തിന്റെ മുള്ളു വന്ന് നിറഞ്ഞിരിക്കുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ 2 കൈകളുടെ മധ്യത്തില് ഒരു മുള്ളു വെച്ചിട്ട്, ഒരു ആണി വെച്ചിട്ട്, ഒരു സൂചി വെച്ചിട്ട് കൈ 2 ചേർക്കാൻ പറഞ്ഞാൽ സാധിക്കില്ല. എത്ര നിർബന്ധിച്ചാലും ചേർക്കാൻ സാധിക്കില്ല. ഇവിടെ എന്താ? പാപത്തിന്റെ മുള്ളു വന്നിരിക്കുകയാണ്. ആദാമിന് ദൈവ സാന്നിധ്യം അസഹ്യമായി തീർന്നിരിക്കുന്നു. സത്യത്തിലാണ് നേരത്തെ ഏറ്റവും വലിയ സന്തോഷം ദൈവ സാന്നിധ്യമായിരുന്നു. ഇപ്പൊ സഹിക്കാൻ കഴിയുന്നില്ല, പാപത്തിന്റെ മുള്ളു വന്നിരിക്കുന്നു. ഇനി രണ്ടാമതൊരു പ്രതിസന്ധി കൂടി ആദാമിനുണ്ട്. അവന് വസ്ത്രമില്ല, അവൻ നഗ്നനാണ്. നഗ്നനായിട്ട് എങ്ങനെ ജീവിക്കും? അവന് വസ്ത്രം ഉണ്ടാക്കാൻ അറിയില്ല. ഇല കൊണ്ട് വസ്ത്രം തുന്നിയാൽ ഒരു മരം കയറുമ്പോഴോ, ഒരു മാൻകുട്ടിയെ പിടിക്കാൻ ഓടുമ്പോഴോ, ആപ്പിൾ പറിക്കാൻ മരത്തിൽ കയറുമ്പോഴൊക്കെ അവന്റെ വസ്ത്രം കീറിപ്പോ. ഒരു ദിവസം 25 പ്രാവശ്യമെങ്കിലും വസ്ത്രം ഉണ്ടാക്കേണ്ടി വരും. പിന്നെ വേറെ ചെയ്യാൻ സമയം എവിടെയാണ്? അകപ്പാടെ പ്രതിസന്ധിയിലാണ്. ആദാമിന്റെ 2 പ്രതിസന്ധിയും ദൈവത്തിന് മനസ്സിലായി. ഒന്നാമത്തെ പ്രതിസന്ധിക്ക് എന്താണ് പരിഹാരം? ഏദൻ തോട്ടത്തിൽ എപ്പോഴും ദൈവമുണ്ട്. അവിടെ ഇരുന്ന ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്നിരിക്കണം. ആദാമിന് സഹിക്കാൻ പറ്റാത്തതാണ്, അതാണ്. അതുകൊണ്ട് ദൈവം ആദാമിനെ എന്ത് ചെയ്തു? ആ ഏദൻ തോട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ആദാമിന് ദൈവം അയക്കുകയാണ്. ആർക്കു വേണ്ടിയിട്ടാണ്? ആദാമിന്റെ മനസ്സമാധാനത്തിന് വേണ്ടി. ഏദൻ തോട്ടത്തിൽ ആദാമിന് സമാധാനം കിട്ടുന്ന കാലം വരില്ല, അത് സാധിക്കില്ല. ആദാമിന് മനസ്സമാധാനം കിട്ടണമെങ്കിൽ ദൈവത്തെ മുഖാമുഖം കാണാത്ത, ദൈവത്തിന്റെ സാന്നിധ്യം അതുപോലെ അനുഭവിക്കാത്ത സ്ഥലത്തേക്ക് പോകണം. ഒരേ ഒരു മാർഗം ദൈവത്തിന്റെ ആ തോട്ടത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുക എന്നത് മാത്രമാണ്. അവിടെ ദൈവത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ആദാമിനോട് നിർത്തൽ എളുപ്പമല്ല. കാരണം എന്താ? അവിടെ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷമുണ്ട്. ഇപ്പൊ ആദാം പാപം ചെയ്തു, ദൈവത്തോട് മറുതലിച്ചു, പാപം ചെയ്തു. ആ പാപാവസ്ഥയിൽ, ദൈവത്തോട് മറുതലിച്ച അവസ്ഥയിലാണ് ആദാം. ആ പാപാവസ്ഥയില് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നാൽ എന്താ സംഭവിക്കുക? എന്നേക്കുമായിട്ട് ആദാം ആ പാപാവസ്ഥയിലിരിക്കും. അതും ദൈവത്തിന് താങ്ങാവുന്നതല്ല. കാരണം എന്താ? ആദാം ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവത്തിന്റെ സാദൃശ്യമാണ്, ദൈവത്തിന്റെ സ്വന്തം ജീവശ്വാസമാണ്. അതുകൊണ്ട് ആദാമിനെ സംബന്ധിച്ചിടത്തോളം പോകണം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരു പരിഹാരമില്ല. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെ മാറ്റി നിർത്തണം. ആദാം ദൈവത്തിന്റെ അനുവാദത്തോടെ ഏദൻ തോട്ടത്തിൽ നിന്ന് പോകുക. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും കൊണ്ട് തന്നെ ഏദൻ തോട്ടത്തിൽ നിന്ന് പോവുക. അപ്പോഴും ദൈവസ്നേഹം അവന് വിട്ടുപിരിയുന്നില്ല. ദൈവം ക്രൂരതയോട് പെരുമാറുന്നില്ല, ദൈവം വാത്സല്യത്തോട് പെരുമാറുന്നു. എന്താ ദൈവം ചെയ്തത്? അവന് വേറൊരു പ്രതിസന്ധി കൂടിയുണ്ട്. അവന് നഗ്നനാണ്, വസ്ത്രമില്ല. ആ ദൈവം എന്ത് ചെയ്തു? വസ്ത്രം ഉണ്ടാക്കി അവരെ ധരിപ്പിക്കുകയാണ്. കൽപ്പിച്ച പോലെ ദൈവത്തിന് വസ്ത്രം ഉണ്ടാവട്ടെ എന്ന്. ആകാശവും ഭൂമി സൃഷ്ടിച്ച് അങ്ങനെയാണല്ലോ, പിന്നെ എന്തിനാ വസ്ത്രം ഉണ്ടാക്കട്ടെ എന്ന് പറയാതെ ഉണ്ടാക്കിയത്? കാരണമുണ്ട്. ആദാമിന് വസ്ത്രം ഉണ്ടാക്കാൻ അറിയില്ല, ഹവ്വയ്ക്ക് വസ്ത്രം ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആദാമിന്റെയും ഹവ്വയുടെയും ഒപ്പം ദൈവം ഇരുന്ന തുകൽ കൊണ്ട്, മൃഗത്തിന്റെ തോൽ കൊണ്ട് വസ്ത്രമുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. അതിടയ്ക്ക് എറിഞ്ഞിട്ട് കൊടുക്കൊന്നുമില്ല ചെയ്ത്, അവരെ ആ വസ്ത്രം ധരിപ്പിച്ചു. എന്നുവെച്ചാൽ ആ വസ്ത്രം ഉണ്ടാക്കാനും
ആ വസ്ത്രം ധരിക്കാനും ദൈവം ആദാമിനെയും ഹവ്വയെയും പഠിപ്പിക്കുകയാണ്. നോക്കുക, ദൈവത്തിന്റെ കരുതൽ എത്ര വലിയ പാപത്തിന്റെ മധ്യത്തിലും പിന്തുടരുന്ന ദൈവത്തിന്റെ കരുതൽ മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ദൈവം ആദാമിനോട് പറയുന്നത് എന്താ? നീ മുഖത്തെ വിയർപ്പോടെ അപ്പം ഭക്ഷിക്കും, മുള്ളും പറക്കാരെയും മുളയ്ക്കും, സർപ്പം നിന്റെ ഉദിതാലുകൾക്കും. ഇങ്ങനെ ശാപവാക്കുകളാണല്ലോ പറയുന്നത്. തെറ്റിദ്ധരിക്കരുത്. ദൈവസ്നേഹം കരുതാതെ ദൈവവചനത്തെ വ്യാഖ്യാനിക്കാൻ പുറപ്പെട്ടാൽ അബദ്ധത്തിൽ ചാടും. സത്യത്തിലത് മുന്നറിയിപ്പുകളാണ്. അതാണ് ദൈവം പറഞ്ഞു, ഇനി കൈനീട്ടിയാൽ ഏതും തോട്ടത്തിലെ ഫലസമൃദ്ധിയിൽ നിനക്ക് കിട്ടില്ല. നീ അധ്വാനിച്ചുണ്ടാക്കണം. ആ ജീവിതത്തിലെ വരാനിരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ആദാം ഒരുങ്ങിയിരിക്കാൻ. എന്താ പറഞ്ഞത്? നീ മുഖത്ത് വിയർപ്പോടെ പക്ഷെ വിശ്രമമില്ലാതെ നീ അധ്വാനിക്കേണ്ടി വരും. ഇനി അങ്ങനെ ആയിരിക്കും നിന്റെ ജീവിതം. നീ പോകാണ് ഭൂമിയിലേക്ക്, നീ തന്നെ വരുത്തി വെച്ച കാരണം കൊണ്ട്. പക്ഷെ അവിടെ ഓർക്കണം, നീ വിശ്രമമില്ലാതെ അധ്വാനിക്കേണ്ടി വരും. ഇനി കൃഷി ചെയ്തു എന്ന് വിചാരിച്ച് ഫലം കിട്ടില്ല. അതിൽ നിന്ന് മുള്ളും പറക്കാരെയും മുളയ്ക്കും. എപ്പോഴും നീ അതിന്റെ കൂടെ ഉണ്ടാകണം. ഇനി അടുത്തതോ, സർപ്പം നിന്റെ കുതികാൽ തകർക്കും. നീ ഇനി ജീവിക്കണമല്ലോ എന്ന് വിചാരിച്ച് രാവുമില്ല പകലും ഇല്ലാണ്ട് ഇങ്ങനെ നടന്നാൽ പാമ്പ് ചിലപ്പോ നിന്നെ പിടിച്ച് കടിച്ചു എന്ന് വരും. ആപത്തുകളുടെ പരമ്പരകൾ അവിടെയുണ്ട്. അവിടെ ദൈവം പറഞ്ഞൊരു വാക്ക് മുള്ള് ഉണ്ട് എന്നാണ്. ആദാമിന്റെ കാലിൽ കൊള്ളേണ്ട മുള്ള്, അത് മഞ്ഞ നിറമുള്ള പൂവുള്ള സാമാന്യം നല്ല നീളമുള്ളൊരു മുള്ളാണ്. പിന്നീട് ആ മുള്ള നമ്മുടെ വേദോസ്തവത്തിൽ കാണുന്നത് എവിടെയാണെന്ന് അറിയാമോ? യേശുക്രിസ്തുവിന്റെ മുൾക്കിരീടത്തിലാണ്. മനുഷ്യന്റെ കാലിൽ കൊള്ളേണ്ട മുള്ള ദൈവം തന്റെ ശിരസിൽ സ്വീകരിച്ചുകൊണ്ടാണ് ആദാമിന്റെയും മനുഷ്യവംശത്തിന്റെയും മേൽ നിന്ന് ദൈവം കൊണ്ടു നിൽക്കണം. നോക്ക, ദൈവം വേദനിപ്പിച്ച് ശിക്ഷിക്കുന്നവനല്ല, വേദനിച്ച് രക്ഷിക്കുന്നവനാണ്. ദൈവം വേദനിപ്പിച്ച് ശിക്ഷിക്കുന്നവനല്ല, ദൈവം സ്വയം വേദനിച്ചും രക്ഷിക്കുന്നവനാണ്. ആദാമിനെ ദൈവം സ്നേഹിക്കുകയാണ് ചെയ്തത്, ആദാമിനെ ദൈവം സഹായിക്കുകയാണ് ചെയ്തത്, ആദാമിനെ ദൈവം കരുതുകയാണ് ചെയ്തത്, ആദാമിന്റെ മുള്ള ദൈവം നീക്കിക്കളയുകയാണ് ചെയ്തത്. ദൈവം സ്നേഹമാകുന്നു. ആദാമിനെ ദൈവം പുറത്താക്കിയില്ല. ആദാമിനെ ദൈവം സാധ്യമായ സ്ഥലത്തേക്ക് ഉപദേശങ്ങളോടെ വാത്സല്യത്തോടെ അയച്ചു. ദൈവം സ്നേഹമാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ മറ്റ് അഭിപ്രായങ്ങളെല്ലാം രേഖപ്പെടുത്താൻ മടിക്കരുത്. സാധിക്കുന്നിടത്തോളം ആളുകൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തുതി.